ഹലോ എവരി വൺ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഓഡിയോ ടാഗ് ആണ്. ഓഡിയോ എങ്ങനെയാണ് നമ്മുടെ ഡോക്യുമെന്റിലോട്ട് ആഡ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഓഡിയോ ഇൻസേർട്ട് ചെയ്യാനേ ഓഡിയോ നമ്മുടെ ഡോക്യുമെന്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ആണ് ഓഡിയോ എന്ന് പറയുന്നത്. ഓഡിയോ ഓഡിയോ എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഓഡിയോസ് വേണമെങ്കിലും കൊണ്ടുവരാൻ പറ്റും. ഇതിൽ ഇത് കണ്ടില്ലേ, MP3 ഇത്രയും ഓഡിയോ ഫോർമാറ്റുകളാണ് HTML അലോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ബ്രൗസേഴ്സ് ആണ്, ഏതൊക്കെ ഫോർമാറ്റുകളാണ് അക്സെപ്റ്റ് ചെയ്യുന്നതും അക്സെപ്റ്റ് ചെയ്യാത്തതും എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എഡ്ജ് ഇത് മൂന്നും അലോഡാണ്, ക്രോമിൽ ഇത് മൂന്നുമാണ്. അങ്ങനെ ഓരോ ബ്രൗസറും സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയോ ഫോർമാറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഓഡിയോ ടാഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആണ്. ഒന്നാമതാണ് ഓട്ടോ പ്ലേ. ഈ ഓട്ടോ പ്ലേ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എപ്പോഴാണോ റെഡി ആയിട്ട് നിൽക്കുന്നത്, സ്പെസിഫൈസ് ദാറ്റ് ദ ഓഡിയോ വിൽ സ്റ്റാർട്ട് പ്ലേയിങ് ആസ് സൂൺ ആസ് ഇറ്റ് ഈസ് റെഡി. അത് എപ്പോഴാണ് റെഡി ആയിട്ടുള്ളത് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാം, പ്ലേ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതിനാണ് ഓട്ടോ പ്ലേ, ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ പ്ലേ യൂസ് ചെയ്യുന്നത്. അതുപോലെ കൺട്രോൾസ് എന്തായിരിക്കും, നമ്മൾ പ്ലേ ചെയ്യാനോ പോസ് ചെയ്യാനോ ഒക്കെ അതൊക്കെയാണല്ലോ കൺട്രോൾസ്. അപ്പോൾ അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അതൊക്കെ അതിൽ കൊടുക്കുന്ന വാല്യൂസ് ആണ് കേട്ടോ. ഓട്ടോ പ്ലേ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ നമ്മൾ ഓട്ടോ പ്ലേ എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു, കൺട്രോൾസിൽ കൺട്രോൾസ് കൊടുക്കുന്നു. ലൂപ്പ് എന്താണ്, ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സോങ് അത് എൻഡിലെത്തി കഴിഞ്ഞാൽ വീണ്ടും അത് റീസ്റ്റാർട്ട് ആവുക, അതിന് വേണ്ടിയിട്ടാണ് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. സ്പെസിഫൈസ് ദാറ്റ് ഓഡിയോ വിൽ സ്റ്റാർട്ട് ഓവർ അഗെയിൻ എവരി ടൈം ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എപ്പോഴാണോ തീരുന്നത് അപ്പൊ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുക, അതിനാണ് ലൂപ്പ് കൊടുക്കുന്നത്. പിന്നെ മ്യൂട്ടഡ് ആവുമ്പോൾ എന്തായിരിക്കും നമുക്കറിയാം, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. സ്പെസിഫൈസ് ദാറ്റ് ഓഡിയോ ഔട്ട്പുട്ട് ഷുഡ് ബി മ്യൂട്ടഡ്. അടുത്തത് URL, SRC. ഇവിടെ ഇത് ഇമ്പോർട്ടന്റ് ആണ്, SRC. അതായത് നമുക്ക് ഈ ഒരു SRC നമ്മൾ നേരത്തെ SRC ഇമേജ് ടാഗ് കൊണ്ടുവന്നപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. IMG SRC ഈക്വൽ ടു നമുക്ക് ഏത് ഇമേജ് ആണ് കൊണ്ടുവരേണ്ടത് ആ ഇമേജിന്റെ പാത്ത് അല്ലെങ്കിൽ ഇമേജിന്റെ പേര് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഓഡിയോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് SRC എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫൈസ് ദ URL ഓഫ് ദ ഓഡിയോ ഫയലിന് എക്സാമ്പിൾ കാണാൻ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ. ഈ ഒരു എക്സാമ്പിളിൽ കണ്ടില്ലേ, ഓഡിയോ എന്ന് പറയുന്ന എന്താണ് കൊടുത്തിട്ടുള്ളത്, ടാഗാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിൽ SRC ഈക്വൽ ടു എന്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഓഡിയോ ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ ഒരു ഓഡിയോന്റെ പാത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ള എക്സ്റ്റൻഷൻ എന്താണ്, MP3 ആണ്. ഒന്നെങ്കിൽ MP3, അതിൽ നമ്മൾ നേരത്തെ 3 ഫോർമാറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഒരു HRF ജസ്റ്റ് ലിങ്ക് കൊടുത്തുന്നുള്ളൂ. അപ്പൊ ഈ ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലോട്ട് പോകുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ എങ്ങോട്ടാണ് പോകുന്നത്, ഈ ഒരു സോങ്ങിലോട്ടായിരിക്കും പോകുന്നത്. ഡൗൺലോഡ് ഓഡിയോ ചെയ്യുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഈ സോങ്ങിലോട്ട് പോകുന്നു. അപ്പോൾ ഓഡിയോ എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ ഓഡിയോ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഓഡിയോന്റെ നെയിം, ഏത് ഓഡിയോ ആണോ നമുക്ക് വേണ്ടത് അതിന്റെ ആ ഒരു പാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് SRC എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ഇരിക്കും. അതേപോലെ ഓഡിയോ എങ്ങനെ കൊണ്ടുവരേണ്ടതെന്ന് പഠിച്ചു. അതേപോലെ തന്നെ വീഡിയോ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്നാണ് അടുത്ത് നോക്കുന്നത്. ജസ്റ്റ് ഇവിടെ മാത്രമേ മാറുന്നുള്ളൂ. അതായത് ഓഡിയോക്ക് നമ്മൾ ഓഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ വീഡിയോക്ക് വീഡിയോ എന്ന് പറയുന്ന ടാഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ വീഡിയോ ആകുമ്പോൾ MP4 ഒന്നെങ്കിൽ MP4 WebM ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റുകളിലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2 ആട്രിബ്യൂട്ട് ആണുള്ളത്, ഓട്ടോ പ്ലേ ഉണ്ട്, കൺട്രോൾസും ഉണ്ട്. അപ്പൊ ഈ ഓട്ടോ പ്ലേ എന്തിനാണ്, സ്പെസിഫൈസ് ദാറ്റ് ദ വീഡിയോ വിൽ സ്റ്റാർട്ട് പ്ലേയിങ് ആസ് സൂൺ ആസ് ഇറ്റ് ഈസ് റെഡി. അപ്പം എപ്പോഴാണ് റെഡി ആവുന്നത് അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യും, ഇത് പ്ലേ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഓട്ടോ പ്ലേ. കൺട്രോൾസ്, ഇതും നമ്മൾ നേരത്തെ ഓഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പ്ലേ, പൗസ്, ഈ ഒരു ബട്ടൺസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ, അങ്ങനെ കുറച്ച് കൺട്രോൾസ് സ്പെസിഫൈ ചെയ്യാനാണ് ഈ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. സോറി, രണ്ടെണ്ണല്ല, ഇതിൽ ഹൈറ്റ്. പിന്നെ അടുത്ത ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു വീഡിയോ പ്ലെയറിന്റെ ഹൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ലൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊന്ന് അവസാനിച്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും മ്യൂട്ടഡ്, പോസ്റ്റർ ഉണ്ട്, പ്രീലോഡ്, SRC, വിഡ്ത്ത്. അപ്പം ഇതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ ടാഗിൽ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടുകളാണ്. ഇവിടെ ജസ്റ്റ് മാറ്റി കൊടുത്താൽ മതി, വീഡിയോ എന്നാക്കുക ടാഗ്, അതിൻ്റെ ഉള്ളിൽ SRC ഈക്വൽ ടു നമ്മുടെ ആ ഒരു വീഡിയോന്റെ എന്ത് കൊടുക്കുക, പാത്ത് കൊടുക്കുക. നമുക്ക് പാത്ത് എന്തായിരിക്കണം, ഒന്നെങ്കിൽ MP4 അല്ലെങ്കിൽ WebM, ഇതൊക്കെ ആയിരിക്കണം പാത്ത് ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ആയിരിക്കും പ്ലേ ചെയ്യുക. അതുപോലെ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ആയിരിക്കും പ്ലേ ചെയ്യാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരിക. ഇത്രയേ ഉള്ളൂ ഓഡിയോ ആൻഡ് വീഡിയോ ടാഗിൽ പറയാനുള്ളത്. സിമ്പിൾ ആണ്. ഓഡിയോ ഇൻസേർട്ട് ചെയ്യാൻ ഓഡിയോ ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്, വീഡിയോ ഇൻസേർട്ട് ചെയ്യാൻ വീഡിയോ ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ ഉള്ള കുറച്ച് ആട്രിബ്യൂട്ട്സ് ആണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.